ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഇത് മതപരമായിട്ടോ മറ്റുള്ള ഒരു അർത്ഥത്തിലോ അല്ല പറയുന്നത്, എൻ്റെ നിലപാടാണ് പറയുന്നത്. ഞാൻ ഒറ്റ മുസ്ലിം വീടുകളിൽ കയറി വോട്ട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല ഞാൻ ചോദിക്കാതിരുന്നത്. എന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗം, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റൊരു വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ട വിഭാഗം. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരിക്കലും അവരോട് വോട്ട് ചോദിച്ച് എനിക്ക് വോട്ട് വേണ്ട എന്നുള്ള നിലപാട് ആദ്യം മുൻകെടുത്തിരുന്നു. ഈ മണ്ണാർക്കാട് നിയമമണ്ഡലത്തിൽ ഒരു മുസ്ലിം വീടുകളിൽ പോയിട്ടും മതപരമായിട്ടല്ല, ഞാൻ വ്യക്തിപരമായിട്ട് ചോദിച്ചിട്ടില്ല. എങ്കിലും എന്നെ അലനല്ലൂരും മറ്റു പല ഭാഗങ്ങളിലും എൻ്റെ ബിസിനസ് പാർട്ട്ണർമാരായ കുടുംബങ്ങളും എൻ്റെ മുസ്ലിം ഫാമിലിയിൽപ്പെട്ട കുടുംബങ്ങളും എൻ്റെ പല ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നവരും എൻ്റെ ഭാര്യയുടെ കൂടെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്തവരുമായ പലരും അലനല്ലൂർ കുമരമ്പത്തൂരൊക്കെ ഉണ്ട്. ആ ഫാമിലികളിലെ മുസ്ലിം വോട്ടുകളെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരോടും ഞാൻ നേരിട്ട് വോട്ട് ചോദിച്ചിട്ടില്ല, എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് ആ ഒരു വോട്ടുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാട്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ നിലപാടെടുത്തത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഈ നിലപാടെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് ഇവിടത്തെ ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും അട്ടിമറിയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിലും അതേപോലെ സംഭവിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം അതുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യനും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ, വോട്ട് ചോദിക്കാൻ ചെന്നാൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചിലർ വാലടച്ചു പോവും, ചിലർ മുഖം കറുപ്പിക്കും, പലതും സംഭവിക്കാം. അപ്പം അങ്ങനെ ഫേസ് കാണണ്ട എന്നുള്ള ദൃഢമായ തീരുമാനത്താണ് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്.